നമസ്കാരം. നമ്മുടെ സുരേഷ് ഗോപി പാവം, എത്ര പാവാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഒരു ആംബുലൻസ് പോലും കിട്ടിയില്ല. ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് അദ്ദേഹം ഇന്ന് രാവിലെ തൃശ്ശൂർ വടക്കുംനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകേണ്ടി വന്നത്. കേന്ദ്രമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആംബുലൻസ് കിട്ടിയിരുന്നു. അതായത് അവിടുത്തെ പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് കൃത്യമായി കിട്ടി. പൂരം കലക്കൽ എല്ലാം അവസാനിപ്പിച്ച് എല്ലാം റെഡിയാക്കി കൊടുത്ത ധീരവീരനായ ഒരു നേതാവായി അദ്ദേഹം അവിടെ ഇലക്ഷൻ ജയിക്കുകയും ചെയ്തു. അന്ന് ആംബുലൻസ് ആയിരുന്നു കിട്ടിയിരുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോഴോ ഒരു ഓട്ടോറിക്ഷ. ആലോചിച്ച് നോക്കൂ, കേന്ദ്രമന്ത്രി ആയപ്പോൾ ഒരു ഓട്ടോറിക്ഷയെ കിട്ടുള്ളൂ, ആംബുലൻസ് കിട്ടില്ല എന്നർത്ഥം. ഇത്രയും ബോറനായ ഒരു ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും ആ രംഗങ്ങളൊന്ന് കാണാം. കണ്ടല്ലോ, ഒരു കേന്ദ്രമന്ത്രി വരുമ്പോൾ അതിന്റെ പോലീസ് സംവിധാനം ഉണ്ടായിരിക്കും. പോലീസിനെ അറിയിക്കണം, കൃത്യമായി അറിയിച്ച് ആ പോലീസ് സംവിധാനത്തിൽ മാത്രമേ പോകാവൂ. കൺസേൺഡ് പോലീസ് സ്റ്റേഷന്റെ അറിയിപ്പ് കൊടുത്ത് കൃത്യമായി ആ സംവിധാനത്തിൽ മാത്രം നീങ്ങേണ്ട ആളാണ് ഒരു മന്ത്രി. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്തിട്ടില്ല. ആ ഇൻഫർമേഷൻ കൊടുത്തിരുന്നെങ്കിൽ അവിടെ പോലീസ് എത്തുമായിരുന്നു. പോലീസ് വരാതെ നമ്മള് വലിയ വാർത്തയാക്കാൻ TV ചാനലുകളെ എന്തായാലും അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ കൃത്യമായി തന്നെ സുരേഷ് ഗോപിയുടെ യാത്ര TV ചാനലുകൾ ഒപ്പിയെടുത്തു. ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന രംഗം, അദ്ദേഹത്തിന്റെ കാർ എന്ത് ചെയ്തു, പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറ്റിയിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അവിടെ പോയിട്ടാണ് പോകേണ്ടതെന്നുള്ളത്. എന്നാൽ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ച തന്ത്രപ്രകാരം ഓട്ടോറിക്ഷയിൽ കയറി. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ആയ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലാകുന്നത്. അതായത് ഓട്ടോറിക്ഷയുടെ മുന്നിൽ ഒരു ഡ്രൈവർ മാത്രമേ ഓടാൻ പാടുള്ളൂ, ഇരിക്കാൻ പാടുള്ളൂ എന്ന സ്ഥലത്താണ് സെക്യൂരിറ്റി ആയിട്ടുള്ള പോലീസുകാരൻ ഇരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുള്ള സെക്യൂരിറ്റിക്കാരനായ ആള് ഇരുന്നത്. അതിനർത്ഥം അദ്ദേഹം ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ്. ആ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പല സിനിമകളിലും അഭിനയിച്ച്, കമ്മീഷണർ സിനിമയിലൊക്കെ അഭിനയിച്ച് നിയമങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിവുള്ള ഫബുല്ലെ എന്ന് കൃത്യമായി ആട്ടിയിട്ടുള്ള സുരേഷ് ഗോപി പുതിയ നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ആ നമ്പർ ആദ്യമേ ചീറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം. കാരണം അദ്ദേഹം നിർബന്ധമായിട്ടും കാറിന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. കാറിന്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം പബ്ലിക് റോഡിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് പബ്ലിസിറ്റിക്ക് അല്ലാതെ വേറെ എന്ത് മാനിയയ്ക്ക് വേണ്ടിയിട്ടാണ്? ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയുടെ വിലയും നിലയും ഇടിഞ്ഞ് തകർന്നു പോയിരുന്നു. അദ്ദേഹത്തിന്റെ എയിംസ് 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 എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നൊക്കെ വെള്ളത്തിൽ പെയിന്റ് അടിച്ച മാതിരിയായി പോയിരുന്നു. അദ്ദേഹം ചെയ്ത മുമ്പത്തെ ദാനകർമ്മങ്ങൾ, പലർക്ക് സംഭാവന കൊടുത്തൊക്കെ വെറും തട്ടിപ്പായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങളാണ് അതെന്ന് പിന്നീട് പാർട്ടി പ്രവർത്തകർ തന്നെ പറയാനിടയായി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വമ്പൻ വിജയം നേടിയ 7-ൽ 6 നിയോജക മണ്ഡലത്തിൽ വമ്പൻ വിജയം നേടിയ സുരേഷ് ഗോപി, എന്നാൽ ഈ തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം കോൺഗ്രസ് കൊണ്ടുപോയി. ബാക്കിയെല്ലാം മിക്ക സ്ഥലത്തും LDFും UDFും പങ്കിട്ടു. BJPക്ക് ഒരു അപ്പക്കഷ്ണം പോലും കിട്ടിയില്ല. അതിന്റെ അർത്ഥം അവർക്ക് സുരേഷ് ഗോപിയോടുള്ള വല്ലാത്ത ദേഷ്യവും അറപ്പും വെറുപ്പും ഉണ്ടായി എന്നുള്ളതാണ് അർത്ഥം. ഈ അറപ്പും വെറുപ്പും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സുരേഷ് ഗോപി ഇറങ്ങിയിരിക്കുന്നത്. ഏത് വിധേയനെയെങ്കിലും അത് മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. PR വർക്ക്. അതായത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി നടു റോഡിലെ പബ്ലിക് റോഡിലേക്ക് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ യാത്രയായി. എത്ര പാവപ്പെട്ട സാധാരണക്കാരനാണ് ഈ സുരേഷ് ഗോപി. ഇപ്പം നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത രൂപത്തിലുള്ള ഈ കുതന്ത്രങ്ങളൊക്കെ വലിച്ചെറിയും സുരേഷ് ഗോപി. ഇതൊക്കെ ജനങ്ങൾ കണ്ടുമടുത്ത നമ്പറുകളാണ്. പുതിയ നമ്പർ ഇറക്കൂ. ഇതൊക്കെ കഴിഞ്ഞുപോയി. താങ്കളെ കുറിച്ചുള്ള ഇമേജ് തൃശ്ശൂരിൽ എത്രമാത്രം ഉണ്ടെന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കൾ അതൊക്കെ വിട്ടിട്ട് സാധാരണക്കാരനായി സത്യസന്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഇനിയും ജനങ്ങളെ പിന്തുണയും. പക്ഷെ അതിന് ഇങ്ങനത്തെ തലതിരിഞ്ഞ നമ്പറുകൾ ഇടുന്നതും അവിടുത്തെ പോലീസുകാരെ അടക്കം കുറ്റപ്പെടുത്തുന്നതും ഇവിടുത്തെ ഭരണത്തെ അടക്കം ചീത്ത പറയിപ്പിക്കുന്നതുമായ താങ്കളുടെ ഈ പണികൾ താങ്കൾക്ക് തന്നെ മലർന്നു കിടന്ന് തുപ്പുന്നത് തുല്യമാണ്. അത് താങ്കൾക്ക് തന്നെയായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത്. മനസ്സിലാക്കുക. പഴയ നമ്പറുകൾ ഇനി ചെലവാകില്ല. പുതിയ ആർക്കും മനസ്സിലാവാത്ത പുതിയ നമ്പറുകളുമായി വരൂ സുരേഷ് ഗോപി എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.